ഹലോ ഗായ്സ്, ഇന്നെനിക്ക് കുറച്ച് വിഷമവും സങ്കടവും പിന്നെ ഒരു സന്തോഷമുള്ള ദിവസമാണ്. അമ്മയ്ക്ക് വയ്യെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വീട്ടിലോട്ട് പോവാം. വീട്ടിലോട്ട് പോണതിൻ്റെ സന്തോഷം എനിക്ക് നന്നായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ചേട്ടൻ സ്കൂട്ടിയിൽ ഞാൻ വീട്ടിലെത്തിയപ്പോൾ ഞങ്ങൾ വീട്ടിലെ പട്ടിയാണ് കേട്ടോ. എന്നെ കണ്ട പാടെ ഒച്ചയും ബഹളം വെച്ച് മനസ്സിലാവാത്തതുകൊണ്ടാണ്. പിന്നീട് അടുത്തൊക്കെ വന്നു. ഇതെൻ്റെ അനിയത്തിയുടെ കുഞ്ഞാണ്. അവൻ ഉറക്കത്തിൽ നിന്ന് എണീച്ച് വന്നപ്പോൾ എന്നെ കണ്ടെന്ന് നാണം കൊണ്ട് അങ്ങനെ കിടക്കുക. കണ്ണ് തുറന്ന് നോക്കിയിട്ട് അവനങ്ങ് സങ്കടമായിട്ട് ചിരി പൊട്ടിക്കൊണ്ടങ്ങ് ഇരിക്കുക. അതൊക്കെ കഴിഞ്ഞിട്ട് ഇതെൻ്റെ അമ്മ കേട്ടോ. അമ്മയ്ക്ക് കാലിന് ചെറിയൊരു മുറിവ് വന്നത്, വലിയ മുറിവായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അതിനെ കുറേ നേരം സംസാരിച്ചിട്ട് ഞാൻ കിടന്നുറങ്ങിയിട്ട് എണീച്ചപ്പോൾ കണ്ടത് ഇതാണ് കേട്ടോ. അമ്മയും മോനും കൂടി വിറവായിരിക്കൊണ്ടിരിക്കുക. ഇവൻ പറയണ്ട, നടക്കാറായതുകൊണ്ട് അവൻ ഭയങ്കര ഓട്ടമാണ്. പിന്നെ ഞാൻ അവനെ പിടിച്ച് കുളിപ്പിച്ച് സുന്ദരക്കുട്ടപ്പനായിട്ട് നിർത്തി. എന്നിട്ടും ആ മണ്ണിൽ കളിക്കും, പട്ടീനെ പിടിക്കാൻ പോകും. അങ്ങനെ ഇരുന്നപ്പോൾ എൻ്റെ അച്ഛൻ വന്നു ഗൈസ്. ഞാനിങ്ങനെ അച്ഛനെ രാവിലെ ചെന്നപ്പോൾ കണ്ടില്ല. അപ്പോൾ അച്ഛൻ വന്ന ഉടനെ എൻ്റെ അടുത്ത് ചോദിച്ചു, നീ എപ്പോൾ വരുന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ അച്ഛനെ കാത്തിരിക്കുന്ന അച്ഛൻ്റെ കയ്യിൽ പൊതി കണ്ടാണ് ഗൈസ്. അങ്ങനെ അച്ഛൻ വന്നിട്ട് ഹായ് പറയാൻ പറഞ്ഞപ്പോൾ ഹായൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആ പൊതി തന്നു കേട്ടോ. എന്നിട്ട് വീട്ടിൽ കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ വേണ്ടി ഞങ്ങൾ പോവുകയാണ്. അച്ഛൻ നമ്മൾ പോണ കണ്ടപ്പോഴേ അവൻ കയറി അച്ഛൻ്റെ തോളത്തിരുന്നു. ഇങ്ങനെയാണ് അവൻ കടയിൽ പോണത്. പിന്നെ അച്ഛൻ പിന്നെ ചെറുകുട്ടീനെ കൊണ്ട് നടക്കാൻ വേണ്ടി നടക്കും. സാധനമൊക്കെ മേടിച്ചിട്ട് വന്നപ്പം വീട്ടിൽ നിന്നപ്പം ടി വിയിലെ പരസ്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഗൈസ്.